ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ദം ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളിയാണിത്. ഉള്ളി ഒരു 8 പീസ് എടുക്കുന്നുണ്ട്. ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്യണം. പിന്നെ തക്കാളി ഇതേപോലെ കട്ട് ചെയ്യണം. ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 10-20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി, ഒരു ഫുൾ കായ് വെളുത്തുള്ളി, അത് ചതച്ച് വെച്ചതാണ്. പിന്നെ ഉള്ളി തക്കാളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അരിഞ്ഞ് വെച്ച ഉള്ളികളെല്ലാം അതിലേക്ക് ഇടുന്നുണ്ട്. അത് വഴറ്റി കൊടുക്കുക. അത് വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സോൾട്ട് ആഡ് ആക്കാം. സോൾട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വഴറ്റാം. കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ഇടുന്നവർക്ക് ഇഞ്ചി ഇടാം. ഞാൻ ഇന്ന് ഇഞ്ചി ആഡാക്കിയിട്ടില്ല. പിന്നെ പച്ചമുളക് കുറച്ച് കൂടുതൽ 10-20-25 വരെ ഞാൻ ഇടാറുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ചിക്കൻ പൊരിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്പൈസി വേണ്ടവർക്ക് സ്പൈസി ആയിട്ട് ചെയ്യാം. സ്പൈസി അല്ലാത്തവർക്ക് എത്ര പച്ചമുളക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ടാലും മതി. ഏകദേശം കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1.5 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങ പീന് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ടൊന്ന് പീന് കൊടുക്കുന്നു. ചെറുതാണെങ്കിൽ 1 മതി, വലുതാണെങ്കിൽ ഒരു 1/2 മതിയാവും. കറിവേപ്പില അതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് ഇതേപോലെ വഴറ്റി കൊടുക്കുക. പിന്നെ ഉപ്പ് അത്യാവശ്യം നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതേപോലെ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡാക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സാക്കി കൊടുക്കുക. എനിക്ക് ഇത് എൻ്റെ വോയിസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണു. കുറേ കാലം ആദ്യം ചെയ്തതായിരുന്നു, പിന്നെ ഇടയ്ക്ക് നിർത്തി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം. ഗരം മസാലപ്പൊടിയും അതിലേക്ക് ആഡാക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാൻ.
മൂടി വെച്ചിട്ട് കുറച്ച് വേവിച്ചതാണ്. അപ്പോൾ ഏകദേശം കുറച്ചായിട്ടുണ്ട്. ലാസ്റ്റ് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി തീ കൊടുക്കുക. ഇത് വെന്ത് കിട്ടണമല്ലോ, പൊരിക്കാണ്ടിടുന്ന ചിക്കനല്ലേ, അതുകൊണ്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി വെച്ചിട്ട് നമുക്കത് വെക്കാം. ഇനി ചോറിന് വേണ്ടിയിട്ടുള്ള ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കാറ്. പിന്നെ RKG ഉപയോഗിക്കുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചോറുണ്ടാക്കാറ്. പിന്നെ ബിരിയാണിക്ക് വേണ്ട ഉള്ളി ഫ്രൈ ചെയ്യുന്നതാണ്. ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്യണം. കുറച്ച് കളറ് മാറുന്നത് വരെ ഇതേപോലെ വറുത്ത് കൊടുക്കണം. വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കാം. ഇനി റൈസിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഞാൻ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അരിക്ക് ഒരു പാട്ടിൻ്റെ കണക്കിന് 1.5 പാട്ട വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 3 പാട്ട വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇടാൻ പോകുന്നത് പട്ട, 1 ഏലക്കായ, 1 ഗ്രാമ്പു, ഇതൊക്കെയാണ് ഇതിലേക്ക് ഇടുന്നത്. പിന്നെ സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു ഭാഗത്ത് നാകുന്ന സമയത്ത് മസാലയും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മസാല. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം. ഞാൻ വറുക്കാതെയാണ് ഉണ്ടാക്കാറ്. ആദ്യം വറുക്കാറാണ്, ഇപ്പം വറുക്കാതെ ഉണ്ടാക്കാറ്. പക്ഷെ നല്ല പ്രൈസായിട്ട് തന്നെ വരാറുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റായിട്ട് ഉണ്ടാക്കണം. നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് കമൻസിൽ അയക്കണം. റൈസ് ആയി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ദം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മസാലേൻ്റെ മേലയിൽ ഞാൻ റൈസ് ഇട്ടിരിക്കുകയാണ്. പിന്നെ ചെറുനാരങ്ങ നീരും ബിരിയാണി കളറും മിക്സ് ചെയ്ത് വെച്ചതാണ്. അതാണ് ഇതിൻ്റെ മേലയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇടാക്കി കൊടുക്കണം. ഇതിൻ്റെ മേലെ തന്നെ പിന്നെ 2 ലെയറാക്കിയിട്ടാണ് ദം ചെയ്യുന്നത്. അതിൻ്റെ മേലെ തന്നെ പിന്നെ രണ്ടാമത് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മേലെ പിന്നെയും ഇതേപോലെ തന്നെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ രണ്ടാമത് ചെയ്ത്, അപ്പോൾ ഉള്ളി പിന്നെയും ഒന്നും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് മേലിൽ തന്നെ. എന്നിട്ട് കുറച്ച് മല്ലിയില ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ തന്നെ മല്ലിയിലയും കൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ദമ്മായി വന്നിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. റൈസൊക്കെ നന്നായി വെന്ത് നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ മസാലയെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതേപോലെ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത്. അങ്ങനെ ഞങ്ങളെ ദം ബിരിയാണി റെഡിയായി. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ്.